മനുഷ്യരുടെ മനസ്സിനെയെല്ലാം മഥിപ്പിക്കുന്നവനാണ് മന്മഥൻ. കാമരൂപനായതുകൊണ്ട് കാമദേവൻ എന്നും വിളിക്കുന്നു. ജീവികളുടെ മനസ്സിലേക്ക് കാമം ജനിപ്പിക്കുക. കാമദേവൻ്റെ ജോലി ഇതാണ്. കാമദേവൻ്റെ ജനനത്തെപ്പറ്റി പല കഥകളുമുണ്ട്. ബ്രഹ്മാവിൻ്റെ മാറിടം പിളർന്ന് ധർമ്മൻ ജനിക്കുകയും ധർമ്മൻ്റെ പുത്രനായി കാമൻ ജനിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു കഥ കൂടിയുണ്ട്. സൃഷ്ടികർമ്മമാണല്ലോ ബ്രഹ്മാവിൻ്റെ ജോലി. ജീവികളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ സന്ധ്യ എന്ന ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിക്കുകയാണ്. അതിസുന്ദരിയായ സന്ധ്യയെ കണ്ട് ബ്രഹ്മാവിന് പ്രണയം തോന്നുകയാണ്. സ്വന്തം മകളോട് തന്നെ പ്രണയം തോന്നുന്നു. ഈ പ്രണയത്തിൻ്റെ ഫലമായി ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ജനിച്ചവനാണ് കാമദേവൻ എന്നുകൂടി പറയുന്നുണ്ട്. കാമദേവൻ ജനിച്ച ഉടൻ തന്നെ ബ്രഹ്മാവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെയാണ് അഹങ്കരിപ്പിക്കേണ്ടത്? അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, നീ ജീവികളെ അഹങ്കരിപ്പിക്കുക. ആ അഹങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രണയം തന്നെയാണ്, ഉന്മാദം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കന്ദർപ്പൻ എന്ന പേര് കാമദേവനുണ്ടായത്. ഇതേപോലെ മറ്റൊരു സൃഷ്ടികർമ്മത്തിൽ ജനിച്ചവളാണ് സരസ്വതി. ബ്രഹ്മാവിന് ആ പുത്രിയോടും പ്രണയം ജനിക്കുന്നു. അതിന് കാരണക്കാരനായത് കാമദേവനാണ്. ബ്രഹ്മാവിൻ്റെ പ്രിയപത്നിയായി സരസ്വതി മാറുന്നുണ്ടെങ്കിലും തന്നിൽ കാമം ജനിപ്പിച്ചതുകൊണ്ട് കാമദേവന് ഒരു ചെറിയ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ശിവൻ്റെ ശാപാഗ്നിയിൽ കാമദേവൻ ദഹിച്ചു പോകട്ടെ എന്നൊരു ശാപമാണ് ബ്രഹ്മാവ് കൊടുക്കുന്നത്. ഇവിടെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നു. സ്വന്തം മകളോട് തന്നെ അച്ഛന് പ്രണയം തോന്നുന്നു. മനസ്സിൽ നിന്നും പുത്രൻ ജനിക്കുന്നു. ആ പുത്രനെ അച്ഛൻ ശപിക്കുന്നു. എന്തെല്ലാം കഥകൾ. കഥകളുടെ നീതിന്യായങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ആ കഥാകാരൻ്റെ സങ്കല്പശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ചിന്തകളും പല അനുഭവങ്ങളും ഈ കഥകളിലും നമ്മൾ മനസ്സിലാക്കുകയാണ്.